ഒടുവിൽ ഡൊണാൾഡ് ട്രംപ് കീഴടങ്ങാൻ തയ്യാറായി എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് വെടിനിർത്തലിന് വേണ്ടി പുടിന് മുന്നിൽ തങ്ങൾ കീഴടങ്ങാൻ തയ്യാറാണ് എന്നാണ് ഡൊണാൾഡ് ട്രംപ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ യുക്രൈന് കനത്ത നഷ്ടം സംഭവിക്കും എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. പുടിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ട്രംപ് വെടിനിർത്തൽ ആവശ്യം ഉപേക്ഷിച്ചു. വെടിനിർത്തലിനേക്കാൾ മികച്ച തീരുമാനങ്ങൾ ഉടനടി സമാധാന കരാറിന് കീഴിൽ എടുക്കാൻ കഴിയുമെന്നാണ് ട്രംപ് പറഞ്ഞത്. പുടിനുമായുള്ള ചർച്ചകൾക്ക് ശേഷം യുക്രൈനിൽ എങ്ങനെ ഉടമ്പടി സമാധാനം കൊണ്ടുവരാമെന്ന് വിശദീകരിക്കാൻ US പ്രസിഡന്റ് ട്രംപ് യൂറോപ്യൻ നേതാക്കളോട് സംസാരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. സെലൻസ്കി മുഴുവൻ ഡോൺബാസ് മേഖലയും റഷ്യയ്ക്ക് കൈമാറണം. അതായത് റഷ്യൻ സൈന്യം കൈവശപ്പെടുത്തിയിട്ടില്ലാത്ത പ്രദേശങ്ങൾ പോലും ആ മേഖലയിൽ ഉടമ്പടി സമാധാനം വരാം എന്നാണ് പറയുന്നത്. അതായത് യുക്രൈൻ്റെ ഇതുവരെ റഷ്യ പിടിച്ചെടുത്ത സ്ഥലവും ഇനി പുടിൻ ആവശ്യപ്പെടുന്ന സ്ഥലവും റഷ്യയ്ക്ക് കൈമാറണം. അതിലൂടെ വെടിനിർത്തലും സമാധാന കരാറും കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് യൂറോപ്യൻ നേതാക്കളുമായി ട്രംപ് സംസാരിച്ചത്. എന്തായാലും മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം യൂറോപ്പിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ തിങ്കളാഴ്ച ട്രംപ് യുക്രൈനിയൻ പ്രസിഡന്റ് സെലൻസ്കിയുമായി ഇതേ വിഷയം ചർച്ച ചെയ്യുമെന്നുള്ളതാണ്. ഈ യോഗത്തിലേക്ക് യൂറോപ്യൻ നേതാക്കളെയും ക്ഷണിച്ചു. പുടിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ട്രംപ് വെടിനിർത്തൽ ആവശ്യം ഉപേക്ഷിച്ചതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത്. ഉടമ്പടി സമാധാന കരാർ പ്രകാരം വെടിനിർത്തലിനേക്കാൾ മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും, അതിന് തങ്ങൾ കീഴടങ്ങാൻ തയ്യാറാണ് എന്നാണ് പറയുന്നത്. പോരാത്തതിന് റഷ്യയ്ക്ക് ഭൂമി നൽകുന്നതിനെ സെലൻസ്കിയും യൂറോപ്യൻ നേതാക്കളും ശക്തമായി എതിർത്തതായിട്ടുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നു. റഷ്യയ്ക്ക് ഭൂമി നൽകുന്ന ഒരു കരാറിലും ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല, ഞങ്ങൾ ഒപ്പിടില്ല, ഇത് യുക്രൈനിയൻ ഭരണഘടനയുടെ ലംഘനമാണ് എന്നാണ് ഇവർ പറയുന്നത്. റഷ്യയ്ക്ക് ഭൂമി നൽകാനുള്ള കരാറിന് പകരമായി യുക്രൈൻ്റെ ശേഷിക്കുന്ന ഭാഗങ്ങളിൽ വെടിനിർത്തൽ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് പുടിൻ. യുക്രൈനെയോ മറ്റൊരു യൂറോപ്യൻ രാജ്യത്തെയോ ഇനി ആക്രമിക്കില്ലെന്ന് പുടിൻ രേഖാമൂലം വാഗ്ദാനവും ചെയ്തിട്ടുണ്ട്. യുക്രൈൻ സ്വന്തം പ്രദേശത്ത് തീരുമാനങ്ങൾ എടുക്കാൻ അവകാശമുണ്ട്. അന്താരാഷ്ട്ര അതിർത്തികൾ നിർബന്ധിച്ച് മാറ്റാൻ പാടില്ല. സംഭാഷണത്തിൻ്റെ റഷ്യയ്ക്ക് മേൽ കൂടുതൽ ഉപരോധങ്ങളോ സാമ്പത്തിക സമ്മർദ്ദങ്ങളോ ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ച് ട്രംപ് പരാമർശിച്ചിട്ടില്ല എന്നുള്ളതും ഇതിൽ എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. എന്നിരുന്നാലും കൊലപാതകങ്ങൾ അവസാനിക്കുന്നതുവരെ റഷ്യയ്ക്കെതിരായിട്ടുള്ള ഉപരോധങ്ങൾ സാമ്പത്തിക സമ്മർദ്ദവും തുടരുമെന്ന് യൂറോപ്യൻ നേതാക്കൾ ഊന്നി പറയുകയാണ്. എന്തായിരുന്നാലും യുക്രൈന് വലിയ രീതിയിലുള്ള നാശനഷ്ടം ഇതിൽ സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. വിദഗ്ധർ അടക്കം പറയുന്നത് സെലൻസ്കിയെ ട്രംപ് ചർച്ചയ്ക്കായി വിളിച്ചിരിക്കുന്നത് സെലൻസ്കിയോട് രാജിവെക്കാൻ പറയാനായിരിക്കണം എന്നാണ്. കാരണം രാജിവെച്ച് അവിടെ തിരഞ്ഞെടുപ്പ് നടത്തി പുതിയൊരു ഭരണാധികാരിയെ കൊണ്ടുവന്നാൽ ഇതിന് കുറച്ചുകൂടി ഒരു സമാധാനം ലഭിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതായത് സമാധാനത്തിലേക്കുള്ള നീക്കം കുറച്ചുകൂടെ ഊർജിതമായി മുന്നിലേക്ക് പോകും. സെലൻസ്കി മുന്നിൽ നിൽക്കുന്നിടത്തോളം കാലം സമാധാനം എന്നുള്ളത് വലിയ രീതിയിലുള്ള ഒരു ചോദ്യചിഹ്നമായി നിൽക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്നാണ് അമേരിക്കയിലെ രാഷ്ട്രീയ വൃത്തങ്ങളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.